Good morning. Good morning, Miss. Ma'am. Good morning, Miss. Good morning. Good Good morning, morning. ma'am. Morning. Prayer എല്ലാം കഴിഞ്ഞിരുന്നോ? ഇല്ല മാം, എത്ര നേരം ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരുന്നു, ഇപ്പോഴാണ് സ്റ്റാർട്ട് ആയത്. ഞാൻ നമ്മുടെ ഓഫീസിൽ നിന്ന് ക്ലാസ് എടുക്കണേ. നമ്മുടെ ഒരു ബാച്ചിലർ പ്രാക്ടിക്കൽ സെഷൻ ഓഫീസിനെ കൊടുക്കുന്നത്. കാരണം മെറ്റീരിയൽസ് എല്ലാം ഓഫീസിലാണ് കേട്ടോ. സോ വീട്ടിൽ നിന്ന് ഓടി വരുമായിരുന്നു. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഓക്കെ, വി കെൻ സ്റ്റാർട്ട് പ്ലീസ്. ആരാ പ്രയർ? Good morning, ma'am. I am Binsha. I am the coordinator of today's class. I hope all are well. എന്നത്തെയും പോലെ നമുക്ക് ഇന്നും ഒരു പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. പ്രയർ ചൊല്ലാനായി വിസ്മയെ ക്ഷണിക്കുന്നു. ജഗദീശ്വര ഞങ്ങൾ വണങ്ങുന്നു, എന്നെന്നും നിന്നാമം പുകഴ്ത്തുന്നു. ഞങ്ങളെ എന്നെന്നും കാത്തിടണേ, വീഴ്ചകളിൽ നീ തുണയേകണേ. ജഗദീശ്വര ഞങ്ങൾ വണങ്ങുന്നു. ബുദ്ധിയായി ഞങ്ങൾ തൻ മനസ്സിലും, ഭാഷയായി ഞങ്ങൾ തൻ നാവിലും. ബുദ്ധിയായി ഞങ്ങൾ തൻ മനസ്സിലും, ഭാഷയായി ഞങ്ങൾ തൻ നാവിലും. ചെയ്തിയായി ഞങ്ങൾ തൻ കൈകളിൽ, നന്മയായി എന്നും നീ വസിക്കണമേ. ജഗദീശ്വര ഞങ്ങൾ വണങ്ങുന്നു. താങ്ക് യു വിസ്മയ. സൈൻ ഇൻ ചെയ്യാനായി അശ്വതിയെ ക്ഷണിക്കുന്നു. Good morning, everyone. First of all, I wish a good day for everyone. Today's class is held by Gisha ma'am. I welcome Gisha ma'am in the class and I welcome all my friends. Thank you. എന്നത്തെയും പോലെ നല്ലൊരു തോട്ടിനായി രഞ്ജിനിയെ ക്ഷണിക്കുന്നു. Good morning, ma'am. Good morning, all. Speak 5 lines to yourself every morning. I am the best. I can do it. I am a winner. God is always with me. Today is my day. APJ Abdul Kalam. മ്യൂട്ടാണ് മാം. മ്യൂട്ടാണ്. നിങ്ങൾ പ്രയർ ചെയ്ത സമയത്ത് മ്യൂട്ട് ചെയ്ത് വെച്ചതാ. ഓക്കെ, നല്ല ലൈക്ക് റിഫ്രഷിംഗ് ഡേ അല്ലേ. നല്ലൊരു പ്രയർ. തൊട്ടടുത്ത സ്റ്റാഫൊക്കെ വന്ന് നോക്കുമായിരുന്നു എവിടത്തെ ഈ പാട്ട് കേട്ടേ. ഓക്കെ, ആദ്യമായിട്ട് ലൈക്ക് ഓഫീസിൽ നിന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ? വേറെ നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ചാപ്റ്റർ കഴിഞ്ഞു. മാം ഒരു PDF ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PFA ആയിരുന്നു അല്ലേ? എനിവേ ഞാൻ അതിന്റെ ഒരു ഇൻട്രോ തരാം. കാരണം ടെക്നിക്കൽ ഇഷ്യൂ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അത് കാരണം ആ PDF എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ നെറ്റ് സ്റ്റേബിൾ ആവാൻ കുറച്ച് സമയം എടുക്കും. എനിവേ ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കാം. ചില സമയത്ത് ടെക്നിക്കൽ ഇത് നമ്മൾക്ക് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ടഫ് ആയിരിക്കും അല്ലെ. ചിലപ്പോ ഈ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഗൂഗിൾ പേ ചെയ്യാൻ നേരത്താണ്. ഗൂഗിൾ പേ ചെയ്യുമ്പോൾ പെട്ടെന്നായിരിക്കും അത് പണി മുടക്കുന്നത്. അപ്പൊ എപ്പോഴും പേഴ്സിൽ കുറച്ച് കാശ് കരുതുന്നത് നന്നായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്ന് വിചാരിച്ചത് അത് വിട്ടുപോയി.
ചോദിച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അവർ ചെയ്യും. ഇനി ഞാനൊന്ന് ജസ്റ്റ് ഇൻട്രോ പറയും. നമ്മളിപ്പോ ഓൾറെഡി പാർട്ട് 1-ലെ 2 ചാപ്റ്റേഴ്സ്, അതായത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ പറഞ്ഞു. നമുക്കറിയാം ഫിസിക്കൽ ഹെൽത്തും അതിന്റെ ഹൈജീനും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അത് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിന്റെ ആരോഗ്യം. പലപ്പോഴും പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ, കുട്ടികളുടെ കാര്യങ്ങളിൽ പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ പാരന്റ്സ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തെല്ലാം അവന് വാങ്ങിച്ചു കൊടുത്തു, എന്തെല്ലാം ഞാൻ കൊടുത്തു, എന്നിട്ടും അവൻ എന്താ ഇങ്ങനെ, ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് ഒരു കണക്ക് പറച്ചിലുണ്ട് പല സമയത്തും. ഞാൻ കണക്ക് പറച്ചിൽ എന്ന് പറയുന്നതിന് നിങ്ങളൊന്ന് വിചാരിക്കട്ടെ. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ പലപ്പോഴും കുട്ടികളുടെ ശരീരം വളർത്തുന്നതിൽ ഭയങ്കരമായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കും. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം വച്ചും കൊടുക്കും, പുറത്തുനിന്നും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ശരീരത്തിന്റെ വളർച്ചയെ പറ്റി ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. പക്ഷെ കുട്ടിയുടെ മനസ്സിലൂടെ പോകുന്ന ഇമോഷൻസ്, ഫീലിങ്സ് ഒന്നും അവരറിയുന്നില്ല ചില സമയത്ത്. അത് മനസ്സിലാക്കാനോ അത് കേൾക്കാനോ അവർക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. പ്രത്യേകിച്ചും അഡോളസൻസിൽ എത്തുമ്പോൾ അത് അവരെ ഭയങ്കരമായി ബാധിക്കും. ചെറുപ്പത്തിലും ബാധിക്കും. ചൈൽഡ്ഹുഡിലും കുട്ടികൾക്ക് അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ, അവരുടെ കെയർ ഗിവേഴ്സ് ആരാണോ ഇവരുടെ എല്ലാം ഒരു സ്നേഹം, കരുതൽ, അഫെക്ഷൻ, അത് അവരുടെ റൈറ്റ്സ് ആണ്, അവരുടെ അവകാശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. എത്ര പ്രായമായാലും നമുക്കും നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നത് ഇഷ്ടമല്ലേ? അത് നമ്മളെ ഭയങ്കര പോസിറ്റീവാണ്. അപ്പോ അത് എല്ലാവരുടെയും റൈറ്റ്സ് ആണ്. ടു ബി ലൗഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും റൈറ്റ്സ് ആണ്. സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ പാരന്റ്സിന് കിട്ടുന്നില്ല. അപ്പോ ഈ അഡോളസൻസ് ഗ്രൂപ്പിന്റെ അടുത്ത് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ചും, പണ്ട് നമ്മളൊക്കെ ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആയിട്ട് പാരന്റ്സ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വളരെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. ഇപ്പോഴത്തെ തലമുറ, ജനറേഷൻ സി എന്ന് പറയുന്നത്, അവരങ്ങനെയല്ല. അവരെന്തും പറയും, അവർക്ക് എന്തിനും പ്രൂഫ് വേണം. ആ ഒരു രീതിയിലാണ് കുട്ടികൾ. അപ്പൊ ഈ ജനറേഷൻ സിയിൽ പെട്ടുന്ന അഡോളസന്റ് ഗ്രൂപ്പിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഇത് ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല, ഞങ്ങൾ എല്ലാവരും ഇമോഷണലി ഓർഫൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ആ വാക്ക് കേൾക്കുന്നത് കേട്ടോ, ഇമോഷണലി ഓർഫൻസ് എന്ന്. അത് ഈ കൗമാരക്കാരായ കുട്ടികളുടെ അടുത്തുനിന്ന്. അപ്പൊ ഞാൻ എന്താ കുട്ടി ഉദ്ദേശിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അതായത് അവര് വൈകാരികമായിട്ട് അവര് അനാഥരാണെന്ന്. ഇമോഷണലി ഓർഫൻസ്, അതായത് അവര് പറഞ്ഞത്, ഞങ്ങളുടെ ഇമോഷൻസ്, ഞങ്ങളുടെ ഫീലിങ്സ് ഇതൊന്നും കേൾക്കാൻ ആരുമില്ല, പാരന്റ്സിന് സമയമില്ല എന്നാ പറയുന്നത്. നമ്മള് പൊതുവെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ പാരന്റ്സിനും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടികളുടെ PTA മീറ്റിംഗ്, പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് എന്നാണ്. പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും അല്ലേ, അവൈലബിൾ ആയ 2 പേരും. സിംഗിൾ മദർ, സിംഗിൾ പാരന്റ് ആണെങ്കിൽ നമുക്കത് ഊഹിക്കാം. 2 പേരും വരിക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ മാത്രമേ പോകാറുള്ളൂ. അപ്പൊ അങ്ങനെയാണ്, ഒരു സൈഡിൽ ഒരാള് മാത്രമേ പോവുള്ളൂ. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ചെറുപ്പം തുടങ്ങിയുള്ള ഒരു ഇത് കുട്ടിയിലേക്ക് വരുന്നത്, അച്ഛന് സമയമില്ല എന്റെ മീറ്റിംഗിൽ വരാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനായിരിക്കുമ്പോൾ 2 പേരും വരുന്നത് വളരെ റെയർ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ കുട്ടിയുടെ മനസ്സിൽ അതുണ്ടാവും, എന്റെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് സമയമില്ല എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് പൊതുവെ ഈ PTA മീറ്റിങ്ങിന് വരുന്നത്. കഴിഞ്ഞ ഒരു ആഴ്ചയില് ഒരു സ്കൂളിലെ, ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന സ്കൂളാണ്, 10th കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു സെഷൻ വെച്ചു. ഒരു എക്സാമിന് പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് അവരെ ഒന്ന് ഒരു എക്സാം നല്ലപോലെ ഫേസ് ചെയ്യാനായിട്ട് അവരെ ഒന്ന് ടേബിൾ ആക്കണം, അവരുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റണം. പിന്നെ ആ ഒരു പ്രായമാണ്, അവർ പല കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അവരൊന്ന് ഫോക്കസ് ആക്കണം എന്ന് വിചാരിച്ച സെഷൻ എടുക്കാനായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോയത്. ഒരു ഫ്രണ്ടാണ് ക്ലാസ് എടുത്തത്, ഞാൻ അസിസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോ എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നമ്മൾ ശരിക്കും കുട്ടികൾക്കല്ല ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത് പാരന്റ്സിനാണ്, പാരന്റ്സിനും ടീച്ചേഴ്സിനും കേട്ടോ, പാരന്റ്സിനും ടീച്ചേഴ്സിനുമാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പാരന്റ്സിന്റെ അടുത്ത് ലാസ്റ്റ്, അതായത് രാവിലെ 10 മണിക്ക് ഞങ്ങൾ സെഷൻ തുടങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. 2:30 ആവുമ്പോൾ, അതായത് കുട്ടികളുടെ ഏകദേശം 2:30ക്ക് വൈൻഡപ്പ് ചെയ്ത് 2:30 ആവുമ്പോൾ പാരന്റ്സിനെ വിളിക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. 2:30 തുടങ്ങി 3:30 വരെ പാരന്റ്സിന്റെ ഒരു 1 hour സെഷൻ വെച്ചിട്ട് ബാക്കി 30 minutes പാരന്റ്സ് കുട്ടികളുമായിട്ടുള്ള തെറാപ്പി സെഷൻ ആയിരുന്നു. അവർ തമ്മിലുള്ള മെന്റൽ ബോണ്ടിങ് ഒന്ന് സ്ട്രോങ് ആക്കാനുള്ള ഒരു തെറാപ്പി സെഷൻ ആയിരുന്നു. കുട്ടികള് അന്നത്തെ ദിവസം പ്രസന്റ് ആയ എല്ലാ കുട്ടികളും ക്ലാസ്സിന് വന്നു.
പക്ഷെ അതിന്റെ പകുതി പോലും ഇല്ല കുട്ടികളുടെ പാരന്റ്സേ മീറ്റിങ്ങിന് വന്നുള്ളൂ. അപ്പൊ അവരുടെ സെഷൻ 2:30 സ്റ്റാർട്ട് ചെയ്യാനായി തുടങ്ങാൻ പോയപ്പോ 2:45 കാരണം കുട്ടികളുടെ തുടങ്ങാൻ അവിടെ വേറെന്തോ പ്രോഗ്രാം നടക്കുന്ന കാരണം നമുക്ക് ഹോള് ഫ്രീ ആയില്ല, ലേറ്റ് ആയി. അതുകൊണ്ട് 2:45 ഞങ്ങൾ വേഗം വൈൻഡപ്പ് ചെയ്തിട്ട് പാരന്റ്സിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളെ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാൻ പോയപ്പോഴേക്ക് 2-3 പാരന്റ്സ് വന്ന് എന്നോട് പറഞ്ഞ കാര്യം, എനിക്ക് സമയമില്ല, എനിക്ക് പോണം, ഒരു സ്ഥലം വരെ പോണം, എന്റെ ബസ്സിന്റെ ടൈം ആകാറായി, അങ്ങനെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകും, ഈ ഒരു ടൈമിൽ ഞാൻ പോകുന്നു പറഞ്ഞു. ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. പിന്നെ ഫ്രണ്ട് കലയാണ് ക്ലാസ് എടുത്തത്. കലയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, കല ഇങ്ങനെ പാരന്റ്സ് 2-3 പേര് ഇത് പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ കല ആ പോയിന്റ് വെച്ചിട്ട് കല ക്ലാസ് തുടങ്ങി. കല ഇങ്ങനെ പാരന്റ്സ് മീറ്റിങ്ങിന് പാരന്റ്സ് വരുന്ന കാര്യവും ചിലപ്പോ കുറെ പേര് വരില്ല, ചിലപ്പോ ആരെങ്കിലും ഒരാൾ വരും, 2 പേരുമായിട്ട് വരുന്നത് വളരെ റയറാണ് എന്നുള്ള കാര്യമൊക്കെ കല ഇങ്ങനെ പറഞ്ഞിട്ട് കല ഇങ്ങനെ പറയായിരുന്നു. ഈ നമ്മുടെ കുട്ടികൾ പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് ഇമോഷണലി ഓർഫൻസ് ആണ്. ഞങ്ങൾ ഈ ഒരു വേർഡിനെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു കുട്ടികൾ പറഞ്ഞതിനെ കുറിച്ച്. അപ്പൊ അതായത് അവരുടെ ഫീലിങ്സും ഇമോഷൻസും കേൾക്കാൻ ആരുമില്ല. കല പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരു ഓൾഡ് ഏജ് ഹോം ഇപ്പോഴേ നോക്കി വെച്ചേക്ക്. കാരണം നമ്മൾ പ്രായമാകുമ്പോൾ കുട്ടികൾക്ക് സമയം ഉണ്ടാവില്ല നമ്മളെ നോക്കാൻ. നമുക്ക് ചോദിക്കാൻ പറ്റുമോ? കാരണം നമ്മൾ അവർക്ക് സമയം കൊടുത്തിട്ടില്ല, അവർക്ക് വേണ്ടുന്ന സമയത്ത് അവരെ കേൾക്കാനായിട്ട് സമയം കൊടുത്തിട്ടില്ല. അപ്പൊ ഇപ്പോഴേ ഓൾഡ് ഏജ് ഹോം ഒക്കെ നോക്കി വെച്ചോളൂ എന്ന് നോക്കും. ഒരൊറ്റ പാരന്റും മിണ്ടുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, കാശുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ അപ്പാർട്ട്മെന്റ് വില്ല ഒക്കെ അവൈലബിൾ ആണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം സർവീസ് ആണ് ഡോക്ടറുടെയും നേഴ്സിന്റെയും. പിന്നെ വെഹിക്കിൾസ് അവൈലബിൾ ആണ്, ആംബുലൻസ് അവൈലബിൾ ആണ്, കിച്ചൺ ഉണ്ട്, നമ്മളൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കിച്ചണിൽ നിന്ന് നമുക്ക് വാങ്ങാം. പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ആളുകൾ വരും. അങ്ങനെ കുറെ മെയിൻ്റനൻസ് വർക്കിനൊക്കെ ആളുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ കാശ് വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇപ്പോഴേ റെഡിയാണ്. കാരണം നമ്മളെ കുട്ടികൾക്ക് സമയം കൊടുത്തിട്ടില്ല. സമയം കൊടുത്തു എന്ന് കരുതി കുട്ടികൾ നമുക്ക് തരണം അതും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് റൈറ്റ്സ് ഇല്ലാതാവുകയാണ്. പ്രായമാകുമ്പോൾ അവര് നമുക്ക് സമയം തരണം എന്നുള്ള ഒരു റൈറ്റ്സ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ കേൾക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കര സൈഡിൽ ഒരു കുട്ടി പ്ലസ് 1 പഠിക്കുന്ന ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആ കുട്ടി വളരെയധികം ആരാധിച്ചിരുന്ന ഒരു കൊറിയൻ ആക്ടറോ സിംഗറോ എന്താന്ന് എനിക്ക് ഓർമ്മയില്ല, മരിച്ചതായിട്ട് നമ്മൾ കണ്ടു അല്ലെ, സൂസൈഡ് ചെയ്തായിരുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ കൊറിയൻ ഇതിലേക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആകുന്നത്? കൊറിയൻ ഡ്രാമ അട്രാക്റ്റഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? ആ ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ ഭയങ്കര ഇമോഷണൽ കണക്ഷൻസ് ആണ്, റിലേഷൻസ് തമ്മില്, അതായത് അച്ഛനും അമ്മയും തമ്മില്, സഹോദരങ്ങൾ തമ്മില്, ഫ്രണ്ട്സ് തമ്മില്, പിന്നെന്താ ലവേഴ്സ് തമ്മില് ഭയങ്കര അടുപ്പമാണ് കാണിക്കുന്നത്. റെസ്പെക്റ്റും ലവും വളരെ ഇമോഷണലി കണക്റ്റഡ് ആണ് എല്ലാവരുമായിട്ട്. അപ്പൊ കുട്ടികൾക്ക് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും കിട്ടാത്ത ഈ ഫീലിങ്സ് അവർ ആ ഡ്രാമയിലാണ് കാണുന്നത്. അപ്പൊ അവരങ്ങോട്ട് അതിന്റെ സ്പേസിലേക്ക് അവരങ്ങോട്ട് വല്ലാതെ അട്രാക്റ്റഡ് ആയപ്പോ അവർ അതിന്റെ ഉള്ളിൽ ജീവിക്കുക. അല്ലാണ്ട് അതിനെ ഒരു അഡിക്ഷൻ നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അവർക്ക് കിട്ടാത്ത സാധനം അവർ സ്ക്രീനിൽ കാണുമ്പോൾ അവർ അതിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആകും. അപ്പൊ അങ്ങനെ അവർ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അതിൽ മരണപ്പെട്ടത്. മീൻസ് അങ്ങനെ വന്നപ്പോ ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്നൊരു ഫീൽ ആയിരിക്കാം ആ കുട്ടി. ഞാൻ എന്റെ ഒരു അസംഷൻ, എന്റെ മാത്രമല്ല പല സൈക്കോളജിസ്റ്റുകളും ഈ ഒരു അസംഷൻസിലാണ് ഇപ്പോൾ എത്തിയത്. ഇങ്ങനെയാണ് അപ്പൊ കുട്ടികൾ ഇമോഷൻസ് അതാ അവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു. ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും ആളുകൾ വേണം. അഡോളസന്റ് പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂഷൻസ് നിറഞ്ഞൊരു പ്രായമോ, അവർക്ക് നല്ലപോലെ അവരെ മനസ്സിലാക്കുന്ന ഒരു അഡൾട്ട്, അത് നമ്മളുടെ വീട്ടിലുള്ള ആള് തന്നെയാണെങ്കിൽ അത്രയും നല്ലത്. പുറത്ത് അവര് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അഡൾട്ട് എന്ന് പറയുന്നത് അവർക്കൊരു റോങ് മെസ്സേജ് കൊടുത്താൽ അത് അതിലും വലിയ അപകടത്തിലേക്ക് അവരെ കൊണ്ടുപോകും അല്ലെ. അപ്പൊ വീട്ടിലെ പാരന്റ്സ് അല്ലെങ്കിൽ വീട്ടിലെ മറ്റു മെമ്പേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ് ഇതൊക്കെയാണ് ഇവരെ കേൾക്കാനും ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വരുന്നത്. നിങ്ങളൊരു ചെറിയൊരു ഞാൻ വായിച്ചതാണ് എവിടെയോ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ മെന്റൽ ഹെൽത്ത് എടുത്തപ്പോ ഞാൻ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നല്ലപോലെ കവിത എഴുതുമായിരുന്നു, പറഞ്ഞിരുന്നോ? നല്ലപോലെ കവിത എഴുതുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടി
എഴുതുന്ന കവിതകൾ നമ്മളിപ്പോ അറിയാലേ, നമ്മളൊരു കഥയൊക്കെ എഴുതുമ്പോൾ അത് ഒരാളോട് പറയാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോ കുട്ടി എഴുതിയ കവിതകളെ കുറിച്ച് വീട്ടിലെ പാരന്റ്സിന്റെ അടുത്തും വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് കാണിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ കളിയാക്കി വിടും. ഓരോ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരിത് വായിക്കാനോ കേൾക്കാനോ തയ്യാറാകില്ല. അങ്ങനെ കുട്ടി സ്കൂളിലും ഇതുപോലെ തന്നെ കാണിച്ചു. ടീച്ചറിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും അവരും ഇതുപോലെ തന്നെ ഒട്ടും പോസിറ്റീവ് ആയിട്ടുള്ള അവരാരും കണ്ടത് അവർ ആ കുട്ടിയെ വല്ലാതെ കളിയാക്കുമായിരുന്നു. അവസാനം കുട്ടിയുടെ കവിത കേൾക്കാൻ ഒരാളുണ്ടായി, ഒരു ബസ്സിലെ കണ്ടക്ടറായിരുന്നു. അങ്ങനെ ഈ കണ്ടക്ടറുമായിട്ട് കുട്ടി വല്ലാതെ അടുത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് കുട്ടി ഹാങ് ചെയ്ത് മരിച്ചു എന്നുള്ളതാണ്. സൂയിസൈഡ് ചെയ്തു. കാരണം കണ്ടക്ടർ കവിത കേട്ടത് വേറെ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതോടുകൂടി ആ കുട്ടി തകർന്നു പോയി. അവള് സൂയിസൈഡ് ചെയ്തത്. ആ കുട്ടിയെ കേൾക്കാനായിട്ടൊരു സ്പേസ് അതിന്റെ വീട്ടിൽ ഫാമിലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ, കുട്ടി പുറത്തുള്ള ഒരാളെ അന്വേഷിച്ച് പോവുമായിരുന്നു. നമ്മുടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന പലതും സൊസൈറ്റിയിലുണ്ട്. സൊസൈറ്റി ഇങ്ങനെ വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, സ്കൂളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ രണ്ടിടത്തും കരുതൽ കിട്ടുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവർ കിട്ടുന്ന സ്ഥലം തേടി. അങ്ങനെ സംഭവിച്ചതാണ് ഈ ഒരു നമ്മുടെ തൊട്ടടുത്ത് ഒരു കുട്ടി മരിച്ച കാര്യം. ഇതുപോലെ കൊറിയൻ വേണമെങ്കിൽ ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ സംസാരിക്കാം. പക്ഷെ എന്തുകൊണ്ട് കുട്ടികൾ കൊറിയൻ ഡ്രാമയിലേക്ക് വളരെ അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നു? ഞാൻ എന്റെ മോൾക്ക് 19 വയസ്സായി. ഞാൻ അവളോട് ഇങ്ങനെ ചോദിച്ചു. അവള് ഭയങ്കരമായിട്ട് അത് കാണുന്ന ഒരാളല്ല, പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ഇമോഷൻസ് ഉള്ള ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്നാണ് അവർ പറയുന്നത്. ലൈക്ക് കാണുന്നത് മുഴുവനും സ്നേഹം, കരുതൽ, അഫെക്ഷൻ, സപ്പോർട്ട് ഇതല്ലേ കാണുന്നത്. അപ്പൊ അവർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഈവൻ വലിയ പ്രായമായ നമ്മളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പക്വതയോടുകൂടി കാര്യങ്ങൾ കാണുമ്പോൾ കുട്ടികൾ വളർന്നു വരുവാണ്. അവിടെ നമ്മളില്ലെങ്കിൽ അവരുടെ കാര്യം തീരുമാനമാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മളൊരു സ്പേസ് കൊടുക്കുക അവർ നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ വന്ന് പറയാനുള്ള ഒരു സ്പേസ് എന്ത് തന്നെയാണെങ്കിലും. അപ്പൊ അവർക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും. നമ്മൾ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് അന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ 2 സൂയിസൈഡ് കേസിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ആരുമില്ലാതെ വളർന്ന ഒരു കുട്ടി, ഒരു പള്ളിയിലെ ഒരു പ്രീസ്റ്റ് അച്ഛനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അപ്പൊ ആ കുട്ടിയെ കേൾക്കാൻ ഒരു അല്പം വൈകിയപ്പോ കുട്ടിയുടെ ജീവൻ തന്നെ പോയത്. പിന്നെ ഒരു സുഹൃത്തിനെ കിട്ടിയത് കൊണ്ട് സൂയിസൈഡ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ച് വേറൊരു കുട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. 2 കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ കേൾക്കാൻ ഒരാളുള്ളത് തന്നെ ഒരു ഭാഗ്യം അല്ലെ. നല്ലപോലെ കേൾക്കുക എല്ലാരെയും. അത് സംസാരിക്കുന്നത് മാത്രമല്ല, ഇമോഷൻസും ഫീലിങ്സും കേൾക്കാൻ നമുക്ക് കഴിയണം. പണ്ട് ഞാനും ആക്റ്റീവ് ലിസണിങ്, ആളുകൾ പറയുന്നത് കേൾക്കുക. പിന്നെ അവരുടെ നോൺ വെർബൽ ക്യൂസ് വരുമല്ലോ, മുഖത്ത് അവരുടെ എക്സ്പ്രഷൻ, സങ്കടമാകാം, ചിലപ്പോൾ ദേഷ്യമാകാം, അതും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഇമോഷൻസും ഫീലിങ്സും നമ്മൾ നല്ലതുപോലെ ഹൃദയം കൊണ്ട് കേൾക്കുക എന്നും കൂടെ ആ ഒരു കേൾക്കലിൽ ഉണ്ടാകും. വേർഡ്സ് മാത്രമല്ല. ഓക്കെ. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിന്റെ ആരോഗ്യം. ആ മനസ്സിന്റെ ആരോഗ്യത്തിലേക്ക് എത്താൻ കുറുക്കു വഴികളൊന്നുമില്ല. ശരിയായ ഒരു വഴിയേ ഉള്ളൂ, മെന്റൽ ഹൈജീൻ. ആ മെന്റൽ ഹൈജീൻ ഡിപ്പെൻഡിങ് ഓൺ നമ്മളുടെ റിലേഷൻഷിപ്സ്, നമ്മളുടെ സറൗണ്ടിങ്സ്. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സറൗണ്ടിങ്സ് ആണ് നമ്മളുടെ ബന്ധങ്ങൾ. ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല. പലപ്പോഴും റിലേഷൻഷിപ്പിലെ ചില വിള്ളലുകൾ നമ്മളെ മാനസികമായി തളർത്തും അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നും വളരെ കഠിനമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ തളർത്തും. അതാണ് നമ്മളുടെ മെന്റൽ ഹൈജീൻ വല്ലാതെ മാറിപ്പോകും. അങ്ങനെയാണ് മെന്റൽ ഹെൽത്ത് ഡൗൺ ആവുന്നത്. അപ്പൊ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഏതൊരു സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും അയാൾക്ക് അത് കോപ്പപ്പ് ചെയ്യാനും മാനേജ് ചെയ്യാനും അയാൾക്ക് പറ്റും. അപ്പൊ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ട്. ആ സൊസൈറ്റിയിലെ ഓരോ വ്യക്തിയെയും അവരെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അത് നമ്മളുടെ മെന്റൽ ഹെൽത്തിന്റെ നല്ലൊരു പോസിറ്റീവ് സൈഡാണ്. അല്ലാതെ നമ്മൾ പറയില്ലേ ചില വ്യക്തികളെ കുറിച്ചിട്ട്, അയാള് ഭയങ്കര ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ തന്നെ നമുക്ക് തോന്നില്ല, ആളെ കാണുമ്പോൾ തന്നെ മാറിപ്പോകും. ദാറ്റ് മീൻസ് ആ ഒരു വ്യക്തിക്ക് സോഷ്യൽ ആക്സെപ്റ്റൻസ് കുറവായിരിക്കും. അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ചിലർക്ക് ചില സൈക്യാട്രിക് ഡിസോർഡർ കൊണ്ട്
സോഷ്യലൈസ് ചെയ്യാതെ വരും കേട്ടോ. സ്ക്രീസോഫ്രീനിയ പോലുള്ള അസുഖങ്ങള്, ബൈപോളാർ ഡിസോർഡർ, ഇങ്ങനെയൊക്കെയുള്ള സൈക്കാട്രിക് ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ അവര് സോഷ്യലൈസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ PFA അത് അയക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല. അവിടെ നെറ്റ് ഇഷ്യൂ, ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കാരണം. മാം ഒരു PDF വന്ന് കിടക്കുന്നുണ്ട്. ഉണ്ടോ? ഓക്കെ, ഓക്കെ വന്നിട്ടുണ്ട്. PFA എന്ന് പറഞ്ഞിട്ട് ഒരു 28 പേജുള്ള PDF ആണോ? യെസ് മാം. ഓക്കെ, എടുത്തോളൂ. അതാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ. ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് എയ്ഡ് ആരാ എടുത്തേ? ഏത് ടീച്ചർ എടുത്തേ? ഞാനാണോ? അപർണ. ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്കൊരു മുറിവ് വന്നാൽ എന്ത് ചെയ്യണം, ബ്ലഡ് കുറച്ചധികം ഫ്ലോ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, ആള് ഫെയിന്റ് ആയാൽ എന്ത് ചെയ്യണം, കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം, പിന്നെ പൊള്ളലേറ്റാൽ എന്താ ചെയ്യാൻ പറ്റുക, സ്നേക്ക് ബൈറ്റ്, ഡോഗ് ബൈറ്റ്, അങ്ങനെ ഇൻസെക്ട് ബൈറ്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംഭവിച്ചാൽ ഈവൻ നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും നമ്മൾ വീട്ടിൽ പലപ്പോഴും ഇതുപോലുള്ള റിലേറ്റഡ് ഇൻസിഡന്റുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോയിട്ടുണ്ടാകും. നമുക്കറിയാം, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ, കുട്ടികളല്ല വലിയ ആൾക്കാരും എവിടെയെങ്കിലും വീഴും, മുട്ടും, ചതയും, മുറിയും. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്യേണ്ട. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്, ശരിക്കും ഒരു മെഡിക്കേഷൻ ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഫൈനൽ ട്രീറ്റ്മെന്റ് അല്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കേസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യണം അല്ലെ? വെള്ളത്തിൽ മുങ്ങിയാലും ഒക്കെ എന്താ ചെയ്യേണ്ടത്, CPR കൊടുക്കാനായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട് പലയിടങ്ങളിലും ആളുകൾ. അപ്പൊ നമുക്ക് അറിയാം, നമ്മളുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മുറിവില് മരുന്ന് വെച്ച് ഉണക്കും. ഉണങ്ങുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഉണങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു പാടുണ്ടാവും, ഒരു സ്കാർ, നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കും. സോ ഏറ്റവും നല്ല പ്രോഡക്ട്സ് വാങ്ങി ആ പാട് മാറ്റുക എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് നല്ലപോലെ പുരട്ടി, സമയമെടുത്ത് പുരട്ടി, എപ്പോഴും അതിനെ കെയർ ചെയ്ത് അങ്ങനെ ആ സ്കാർ, ആ പാട് നമ്മൾ മാറ്റും. അതോടുകൂടി നമുക്ക് സമാധാനമായി അല്ലേ? ശരീരത്തിലുണ്ടായ ഒരു മുറിവ് അത് ഉണക്കി അതിന്റെ സ്കാർ മാറ്റുന്നതിനായിട്ട് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തു. മനസ്സിന് മുറിവുണ്ടായാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? മനസ്സിന് മുറിവുണ്ടായാൽ എന്ത് ചെയ്യും? അറിയും. മനസ്സിന് മുറിവേറ്റിട്ടുണ്ടോ? എനിക്കൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് ഓരോരോ പ്രായത്തില്. ആദ്യമൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഒരു ഡിഫറൻസ്. നമുക്ക് അന്നും ഇന്നും പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ പണ്ട് പ്രോബ്ലംസ് വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള അറിയില്ലേ. പക്ഷെ ഇപ്പൊ നമുക്കത് പറ്റുന്നുണ്ട്. എവരിബഡി ക്യാൻ, എല്ലാവർക്കും പറ്റും. മറ്റുള്ളവരെ ഹീൽ ചെയ്യൽ മാത്രമല്ല, നമ്മൾക്ക് സെൽഫ് ഹീൽ ആവശ്യമാണ്. ഒരാളുടെ വിഷമം കുറേ നേരം നമ്മൾ ലിസണിങ്, അതൊരു വളരെ നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ ഒരാളുടെ വിഷമം കേട്ടുകൊണ്ടിരിക്കുക. കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു ഹെവിനെസ്, ഒരു ഭാരം, എന്തോ കയറ്റി വെച്ച പോലെ. നമുക്ക് തലവേദന എടുക്കാൻ തുടങ്ങുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം ഇറങ്ങുന്നില്ല, ആകെ പ്രയാസം അല്ലേ? അപ്പൊ നമ്മളെ ഹീൽ ചെയ്യണം, അതിന് നമുക്ക് പറ്റണം. അത് മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പറ്റുന്ന ഒന്നാണ് PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. നമ്മൾ മനസ്സിന് മുറിവേറ്റാൽ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ആണ് PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഇനി PFA കൊടുക്കാൻ നമ്മൾ ഒരു കോഴ്സ് പോയി പഠിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. ഹ്യൂമാനിറ്റി, നമ്മളുടെ ആ ഒരു മനുഷ്യത്വം, നമ്മളുടെ ആ മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, അവരെ കേൾക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും ഹീൽ ചെയ്യാനായിട്ട്, മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ. നമുക്കറിയാം, നമ്മളുടെ ഈ ഒരു ലോകത്ത്, നമ്മുടെ കൊച്ചു സ്ഥലം, നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ എടുത്താൽ തന്നെ നമുക്കറിയാം, പലപ്പോഴും പല പ്രശ്നങ്ങൾ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടാറുണ്ട്. ഫ്ലഡ് വന്നു അല്ലേ? ഫ്ലഡ് വന്നു, കൊറോണ സമയം വന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു ആളുകൾ. ചിലർക്ക് ജോലി നഷ്ടമായി, ചിലർക്ക് ബന്ധുക്കളെ നഷ്ടമായി, ചിലർക്ക് വീട് നഷ്ടമായി, വീട് അങ്ങനെ ഒലിച്ചു പോയിട്ടുള്ളവരുണ്ടായിരുന്നു ഫ്ലഡിന്റെ സമയത്ത്. അതുവരെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം വെള്ളത്തിൽ മുങ്ങി നാശമായി പോയി. അപ്പോ അതുവരെ ഉണ്ടാക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പോയി. അതൊക്കെ സഹിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അല്ലാതെ മാനസികമായി തകർന്നു പോയിരുന്നു ആളുകൾ. ആ സമയത്ത് ഒരു വോളണ്ടിയർ, ഒരു ടീം ഉണ്ടാക്കിയിരുന്നു ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗവൺമെന്റുമായിട്ട്
സഹകരിച്ചൊരു വോളണ്ടിയേഴ്സിന്റെ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇത് ആ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആർക്കും വരാം, അല്ലാതെ അയാൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആകണമെന്നോ അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ടീമിലേക്ക് ഞാൻ എനിക്കിത് ചെയ്യണം, എനിക്ക് ആളുകളെ സപ്പോർട്ട് ചെയ്യണം, അവരുടെ സങ്കടങ്ങൾ എനിക്ക് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണമെന്ന് തീരുമാനിച്ച് കുറെ പേര് വോളണ്ടിയർ ടീമായിട്ട് പോയിട്ടുണ്ട്. ഞാൻ എന്റെ വീട് പറവൂരാണ്. പറവൂര് ഒരു 1/3 വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് വെള്ളം കയറാതിരുന്നത്. ചിലയിടത്ത് കൂടുതൽ കയറി, ചിലയിടത്ത് കുറഞ്ഞ് കയറി, അങ്ങനെ അങ്ങനെ പല പല രീതിയിൽ കയറി. എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു വലിയ സ്കൂളുണ്ട്, പുല്ലംകുളം സ്കൂൾ എന്ന് പറയുന്ന സ്കൂളില് ക്യാമ്പ് ഉണ്ട്. എല്ലാവരും കൂടെ ഏതെങ്കിലും ക്യാമ്പിൽ വന്ന് നിൽക്കുവാണല്ലോ, കാരണം വീട്ടിലൊക്കെ വെള്ളം കയറി താമസിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പൊ എല്ലാ സോഷ്യൽ സ്റ്റാറ്റസിലും ജീവിക്കുന്നവരെല്ലാരും കൂടി ആയിരിക്കും ആ ഒരു ക്യാമ്പിൽ. അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പിൽ വന്ന് ജീവിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, തൊട്ടടുത്തായതാണ്, ഞാൻ അവിടെ വെറുതെ ഒന്ന് ചെന്നു, എന്തെങ്കിലും അവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തും ഭക്ഷണം വിളമ്പുന്നിടത്തൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ആളുകള് ഈ ഒരു വിഷമത്തിന് വന്ന് ഇവര് ഫുഡിന്റെ സമയമാകുമ്പോൾ വരില്ല കഴിക്കാനായിട്ട്. പിന്നെ പ്രായമായ ആൾക്കാർ വരില്ല. അപ്പൊ ഞങ്ങള് കുറെ പേർക്ക് ഫുഡ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ അവര് ഒക്കെ ഇങ്ങനെ ചിരിക്കാനോ സംസാരിക്കാനോ അവർക്ക് പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുക. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ടൈം വേണ്ടി വന്നു അവർക്കൊക്കെ ബാക്ക് ടു നോർമൽ എന്നുള്ള രീതിയിൽ വരാനായിട്ട് സമയമെടുത്തു. അങ്ങനെ കുറച്ച് നാള് അവിടെ ഇങ്ങനെ പല ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടിരുന്നു. ചിലര് വന്ന് സംസാരിക്കും, ചിലര് സംസാരിക്കുകയില്ല. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവരങ്ങ് മേർജ് ആവാൻ തുടങ്ങി, ഗ്രൂപ്പുമായിട്ട് മേർജായി. പിന്നെ വീട്ടിലെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഇപ്പൊ ക്ലീൻ ചെയ്യാനായിട്ട് പോയി, കുറെ വോളണ്ടിയേഴ്സ് ക്ലീൻ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലൊക്കെ ആ ഫ്ലഡ് സമയം അപകടങ്ങൾ ഉണ്ടായില്ല, വെള്ളം കയറിയതല്ലാതെ വേറെ അപകടങ്ങൾ പ്രത്യേകിച്ചുണ്ടായില്ല. പക്ഷെ വയനാട്ടിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാലേ, അവിടെയൊക്കെ അപകടങ്ങൾ ഉണ്ടായി. ആളുകള് അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല, ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോയി. അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ട്രോമ ഉണ്ടാക്കുവാണ് ആളുകളിൽ പിന്നീട്. നമ്മൾ കുറെ പേരുടെ കാര്യങ്ങള് മീഡിയാസിലൊക്കെ അറിഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് PSA കൊടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെ നമ്മൾക്ക് PSA കൊടുക്കാന്നുള്ളതാണ് നെക്സ്റ്റ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, PSA. നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ ഉണ്ടാക്കിയോ? ഇതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ മിസ്. ഓക്കെ, അപ്പൊ PFA എന്ന് പറയുന്നത് ഒരു 28 പേജസിന്റെ PDF ആയിരിക്കും വന്നിരിക്കുന്നത്. അതൊരു ഡിഗ്രി കോഴ്സ്, സൈക്കോളജി സ്റ്റുഡൻസിന്റെ ഏതോ ഒരു ചാപ്റ്റർ ആണ്. നമുക്കത് മുഴുവൻ വായിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ക്ലാസ്സിലായിട്ട് എടുക്കുള്ളൂ. പലരുടെയും ഡൗട്ട് ഇത് ടെക്സ്റ്റിൽ ഇല്ലല്ലോ, പരീക്ഷയ്ക്ക് വരുമോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംശയം ചോദിച്ചു. എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്ക് തോന്നി. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ചെല്ലുന്നത് കൊച്ചു കുട്ടികളുടെ അടുത്തേക്കാണ്. ചിലപ്പോൾ ഹയർ ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിപ്പിക്കുമായിരിക്കും. അപ്പൊ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ട്യൂഷൻ ഒരു കുട്ടിയാണെങ്കിൽ 2 കുട്ടി എടുക്കുകയാണെങ്കിലും നമ്മൾ ആ കുട്ടിയുമായിട്ട് മാത്രമല്ല കണക്റ്റഡ് ആകുക, കുട്ടിയുടെ ഫാമിലി ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആവുക. അപ്പൊ അങ്ങനെ 10 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ 10 കുട്ടികളുടെ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആവുകയാണ്. അപ്പൊ ഈ 10 കുട്ടികൾ വരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടും നമ്മൾ കണക്റ്റഡ് ആവുക അല്ലെ. ഒരു ടീച്ചർ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, ഒരു ഡോക്ടറെക്കാളും ഒരു എഞ്ചിനീയറെക്കാളും അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ജോബിലുള്ള ഒരാളെക്കാളും ഒരു ടീച്ചർ എന്ന് പറയുന്നത് സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ആ കുട്ടികളുടെ വീടിന്റെ പരിസരത്ത് ചെല്ലുമ്പോഴേക്കും ആളുകൾ ആളുടെ ടീച്ചറാണ് അല്ലെ, അങ്ങനെ 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 പറഞ്ഞ് നമ്മൾ കേൾക്കാം. അതിപ്പോ റിട്ടയർ ആയാലും ടീച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടീച്ചർക്ക് ഇടപെടാനായിട്ട് പറ്റും നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇലക്ഷൻ നിന്നവരൊക്കെ ടീച്ചറാണ്. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് ഒരു ടീച്ചർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞത് കൊണ്ട് അവരുടെ ഒരു നയമായിരുന്നിരിക്കാം കാൻഡിഡേറ്റ്സ് ആയിട്ട് ടീച്ചർമാരെ എല്ലാരെയും കൊണ്ട് നിർത്തിയത്. ഓക്കെ, അപ്പോ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് നീഡി പീപ്പിൾ, അതിന് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക്. അത് ആ ആളുകള് കുട്ടികളാകാം, അഡൽട്സ് ആകാം, ഫാമിലീസ് ആകാം. ഏതെങ്കിലും രീതിയിലുള്ള ഡിസാസ്റ്റർ അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക്, നമ്മുടെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാലും നോർത്ത് സൈഡിലൊക്കെ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ നടക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളിൽ അഫക്ട് ചെയ്ത കുട്ടികൾ, ഫാമിലി, അഡൽട്സ്, പ്രായമായവരാണ്. അത് കൂടാതെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വല്ലാതെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും അല്ലെ.
അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇതുപോലുള്ള സപ്പോർട്ട് ആവശ്യമാണ്. നമ്മളുടെ നാട്ടില് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാരും ആ വീട്ടിലേക്ക് പോകും. എന്തിനാ? മരിച്ച വ്യക്തിയെ അവസാനമായി കാണാൻ വേണ്ടി മാത്രമാണോ? ആ കുടുംബാംഗങ്ങൾക്ക് ഒരു സപ്പോർട്ട് അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ല, തൊട്ടടുത്ത വീട്ടിലായിരിക്കും ഫുഡ് ഉണ്ടാക്കണേ. അതെന്താ? അങ്ങനെയല്ലേ? അപ്പൊ എനിക്ക് ചിലയിടങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ളൂ അല്ലെ? തൊട്ടടുത്ത വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതെന്തിനാണ്? കാരണം നമ്മൾ പറയും, 2 കാരണങ്ങളുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. വേറൊന്നുമല്ല, ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ അതായത് ഡെഡ് ബോഡി ക്ലാസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ആഡ് ചെയ്യാനായിട്ടില്ല. ജിബിയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കൂ. ജിബിയ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് കൊടുക്കൂ, അവർ ആഡ് ചെയ്യുന്നു കേട്ടോ. ഏത് ഒഫീഷ്യൽ ഗ്രൂപ്പിലാണോ അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പല്ലേ ഉദ്ദേശിച്ചേ? നമ്പർ കൊടുക്കൂ. ഗ്ലാഡിസ് ചോദിച്ചിട്ടുണ്ട്, ആ നമ്പർ ആഡ് ചെയ്തോളൂ. ഓക്കെ, കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മള് സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറയും. പണ്ടത്തെ ആൾക്കാർ അതൊന്നും സയന്റിഫിക് ആയിട്ടല്ല പറയുന്നത്, അവരൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, അവിടെ കടുക് വറുക്കരുത്, എണ്ണ ചൂടാവരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ പറയും അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബോഡിയിൽ നിന്ന് ആ ജീവൻ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ജേംസ് അണുക്കള് പെട്ടെന്ന് വന്ന് അക്യുമുലേറ്റ് ചെയ്യും ഈ ബോഡിയിൽ. പല രീതിയിലെ രോഗം പകർത്തുന്നതൊക്കെ വരും. അതാണ് ഭയങ്കരമായിട്ട് ഈ നമ്മള് പ്രത്യേക രീതിയിലുള്ള ചന്ദനത്തിരിയും കുന്തിരിക്കും എന്തൊക്കെയൊക്കെ കത്തിക്കും. അത് ഇതിനെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇങ്ങനെ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മരണവീട്ടിൽ പോയി കഴിഞ്ഞാൽ അധിക സമയം നിൽക്കരുത്, തിരിച്ചു വന്നാൽ കുളിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ അതാണ്. നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ഇത് ത്രൂ എയർ സ്പ്രെഡ് ആവാം അല്ലെ. നിങ്ങള് ഡിസീസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ഒരു മീഡിയ ആണ്, അസുഖം പരത്തുന്ന വലിയൊരു മീഡിയ ആണ് എയർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഭക്ഷണം കുക്ക് ചെയ്താൽ ആ ഭക്ഷണവും ടോക്സിക് ആകും, അതിലേക്കും ഈ അണുക്കളുടെ ഒരു എഫക്റ്റ് വരും. അതുകൊണ്ടാണ് വേറൊരു വീട്ടിൽ, അത് മാത്രല്ല ഈ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നൈബേഴ്സിന്റെ ഒരു അവരത് ചെയ്യുവാണ്. അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന മാത്രമല്ല, വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന ആളുകൾ ആ വീട്ടിലുണ്ടാവും. അവരെ നിർബന്ധിച്ച് അവരെ ഭക്ഷണം കഴിപ്പിക്കും. നിങ്ങൾ സിക്കാകും, അസുഖം വരും, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അവരെന്ത് കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ നമ്മൾ ക്രിമേഷനൊക്കെ കഴിയുമ്പോഴേക്കും വീട് ക്ലീൻ ചെയ്യും അല്ലെ. അതിനുശേഷമാണ് പിന്നെ അവിടുത്തെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റീസൺ അതാണ്, അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട് നിയർ ബൈ പീപ്പിളുമായിട്ടും. പിന്നെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യമുണ്ട്. അങ്ങനെ സൈക്കോളജിക്കൽ സപ്പോർട്ട്, നീഡി ആയിട്ടുള്ള ആളുകൾക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇന്റർവെൻഷൻ ആണ് PFA എന്ന് പറയുന്നത്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഈ PFA എങ്ങനെ പ്രൊവൈഡ് ചെയ്യില്ല? ശരിക്കും 7 തീംസ് ആണ് PFAക്ക് ഉള്ളത്. ഒരു പിക്ചർ കാണാനായിട്ട് പറ്റും. നടുക്ക് റൗണ്ടിൽ PFA ഉണ്ടാകും, കളർഫുൾ ആയിട്ട് അതിന്റെ ചുറ്റും സർക്കിൾസ് ഉണ്ട്. 7 സർക്കിൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അതിൽ ഓരോന്നിലും പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ. എന്താ ഈ പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് വളരെ വിഷമിച്ചിരിക്കുക, നമ്മൾ അയാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് അവിടെ നിന്നിട്ട് അയാൾ കരയുന്നതിലും കൂടുതൽ നമ്മൾ കരയുന്ന അവസ്ഥ, അയാൾ നമ്മൾ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയല്ല, നമ്മൾ അതുപോലെ മനസ്സാക്കിയിട്ട് വേണം അവിടെ പോവാൻ. കാരണം നമ്മൾ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് വേണം, ഇമോഷണലി വേണം. ഇല്ലാന്ന് പറയുന്നില്ല, കാരണം എന്നാൽ മാത്രമേ നമുക്ക് അവരെ ശരിയായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പോയി അവിടെ കിടന്ന് കരഞ്ഞു വിളിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. കാരണം ആ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള റിട്ടേൺസ് അയാൾക്ക് കിട്ടണം. അപ്പൊ ഒരു പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, അടുത്തത്, ഈ വ്യക്തിക്ക് പല നീഡ്സും ഉണ്ടാകും, കൺസേൺസും ഉണ്ടാകും അല്ലെ. അത് അനലൈസ് ചെയ്യുക ആദ്യം. അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ്. അല്ലാണ്ട് അയാൾ പറയുന്ന എന്തും പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങ് വാഗ്ദാനങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല. അതിന് അയാളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമ്മളൊന്ന് തരംതിരിക്കും. അത് അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക അയാളുടെ നീഡ്സ് ആൻഡ് കൺസേൺസ്.
ഏതൊരു വ്യക്തിക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ബേസിക് നീഡ്സ് ഉണ്ടാവും അല്ലെ, ഫുഡ്, ക്ലോത്ത്സ്, ഷെൽട്ടർ, അതുപോലെ ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ് മൂന്നാമത്തെ ഒരു തീമായിട്ട് നമുക്ക് കാണാം. എക്സാമ്പിൾ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്ത്സ്, ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വീട് നഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കിനി വീട് തിരിച്ചു കിട്ടാൻ ഞാൻ എന്തൊക്കെ നമുക്ക് ഗവൺമെന്റ് അതോറിറ്റി ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടുന്ന ഇൻഫർമേഷൻ. ഇപ്പൊ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെള്ളത്തിൽ കുതിർന്നു പോയി, ഇനി സർട്ടിഫിക്കറ്റ്സ് അടുത്ത പുതിയ സർട്ടിഫിക്കറ്റ്സ് എടുക്കണം, അതിനെന്താ, അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോ ഫാമിലി സ്പ്ലിറ്റ് ആയിട്ട് കുറെ പേര് വേറൊരു സ്ഥലത്തേക്ക്, കുറെ പേര് വേറൊരു സ്ഥലത്തേക്ക് ആയിരിക്കും വിളിക്കുന്നത്. അപ്പൊ അവരെ തമ്മിൽ കണക്ട് ചെയ്യിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസ്. നമ്മൾ ആദ്യം പറഞ്ഞു പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. നമ്മളും കൂടെ പോയി കരഞ്ഞ് വിളിച്ച് നിൽക്കുകയല്ല, നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ ഡീൽ ചെയ്യുക. പിന്നെ അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ്, അവരുടെ നീഡ്സ് അതിനെ അനലൈസ് ചെയ്യുക. പിന്നെ ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്, അവർക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആദ്യം പ്രൊവൈഡ് ചെയ്യുക. ഭക്ഷണം, വസ്ത്രം, വാട്ടർ, പിന്നെ ഷെൽട്ടർ, താമസം, അങ്ങനെ എന്തെങ്കിലും ക്യാമ്പുകളോ അങ്ങനെയുള്ള കെയർ ഹോംസ് ഒക്കെ റെഡിയാക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവരെ കേൾക്കുക. ചില ആളുകൾ സംസാരിക്കില്ല, മണിക്കൂറുകളോളം മിണ്ടാതിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ വോളണ്ടിയർ ആയിട്ട് കുറെ 4 വർഷത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ ഫോൺ ഉണ്ട്. ചിലർക്ക് നേരിട്ട് വരാൻ ദൂരമാണെങ്കിൽ അവർ നേരിട്ട് വരില്ല, അല്ലെങ്കിൽ നേരിട്ട് വരാൻ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരെ നേരിട്ട് വരില്ലല്ലോ. അപ്പൊ അവര് ഫോൺ ചെയ്യും. ഇത് ഫോൺ ചെയ്തു നമ്മള് ഫോൺ എടുത്ത് ഹലോ പറയുമ്പോഴേക്കും ഇവര് പിന്നെ മിണ്ടാതെ കട്ട് ചെയ്യില്ല, ഫോൺ മിണ്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പറയും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, സംസാരിക്കാൻ പറ്റുമ്പോ സംസാരിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറയും. അത് കഴിയുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് സംസാരിക്കാതെ വരുമ്പോ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി അവരോട് പറയും. എന്റെ പേര് ഇതാണ്, ഞാൻ ഇവിടെ ഉണ്ട്, എപ്പോഴാന്ന് വെച്ചാൽ സംസാരിച്ചാൽ മതി. ചിലര് ചിലപ്പോ പറയും, ചിലർ അപ്പോഴേക്കും സംസാരിക്കാൻ തുടങ്ങും. ചില ആളുകൾ പറയും ചിലപ്പോ സ്ത്രീകളാണ് വിളിക്കുന്നതെങ്കിൽ അവർക്ക് സ്ത്രീ വോളണ്ടിയറോട് തന്നെ സംസാരിക്കണം എന്ന് പറയും, മെയിൽ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ചില ലേഡീസിന് ചിലപ്പോൾ കംഫർട്ടബിൾ പുരുഷന്മാരോട് സംസാരിക്കാനായിരിക്കും, വേറെ മെയിൽ വോളണ്ടിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാമോ അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ച് പുരുഷന്മാരാണ് വിളിക്കുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ മെയിൽ ആയിട്ടുള്ള ആളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസേൺ ചിലപ്പോൾ ഒരു കാണിക്കാറുണ്ട്. ആ ഒരു രീതിയിലല്ലാതെ നമ്മൾ ഒരിക്കലും ഇവരെ പ്രഷറൈസ് ചെയ്യാൻ, എന്നോട് സംസാരിച്ചാൽ എന്താ നിങ്ങൾക്ക് കുഴപ്പം, എന്നോട് സംസാരിക്കൂ, ആ ഒരു രീതിയിൽ നമ്മൾ പറയും. എപ്പോഴും അവരുടെ ആ ഒരു കൺസേൺ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ കേൾക്കുക, പക്ഷെ പ്രഷറൈസ് ചെയ്യരുത്. സംസാരിക്കാനായിട്ട് അവരെ പ്രഷറൈസ് ചെയ്യും. പിന്നെ നല്ല വിഷമമുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹീൽ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പൊ അവര് ചിലപ്പോ പൊട്ടിക്കരയാം, ചിലപ്പോ ദേഷ്യപ്പെടാം, പല ബേസ്റ്റ് ഔട്ട് ചെയ്യാം, പല ഫീലിങ്സ് അവർക്ക് വരാം. അവരെ കംഫേർട്ട് ചെയ്യും, അവരെ കാം ആകാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. ചിലപ്പോൾ കുറേ നേരം കരഞ്ഞു കഴിയുമ്പോൾ അവരൊന്ന് കാമാകും, അവരങ്ങ് വെന്റിലേറ്റ് ചെയ്ത് ഒഴുക്കി കളയില്ല അവരുടെ വിഷമം. നമുക്കും അങ്ങനെ തന്നെ ഈ മരിച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കാണാൻ ഇങ്ങനെ സപ്രസ് ചെയ്തിരിക്കണ്ടാവും വിഷമം. ചിലപ്പോൾ അവരുടെ വളരെ അടുത്തൊരു സുഹൃത്തിനെ കാണുന്നതേ ചിലപ്പോ അവര് വന്നൊന്ന് കയ്യിൽ പിടിക്കുമ്പോഴേ അങ്ങ് പൊട്ടിക്കരയുന്നത് കാണാനേ. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ്, അല്ലെങ്കിൽ വ്യക്തി വന്നു കഴിഞ്ഞപ്പോ അങ്ങ് ഉള്ള വിഷമം മുഴുവനും കരഞ്ഞ് അങ്ങ് പിന്നെ ഒരു സമാധാനം, അതിവിടെ ഉണ്ടായിരുന്ന ഭാരമൊക്കെ അങ്ങ് ഇല്ലാണ്ടാവണം. ഓക്കെ, ഇപ്പൊ നമ്മൾ കംഫർട്ട് ചെയ്യാം, അവരെ ഒന്ന് കാമായിട്ട് ഫീൽ ആവും, ആ രീതിയിൽ ഫീൽ ചെയ്യും. പിന്നെ അവരെ കണക്ട് ദം ടു ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. ഈ പറയുന്ന വ്യക്തികൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, നമ്മൾക്ക് അതൊന്നും ചിലപ്പോ അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ല. ഒരിക്കലും ക്യാഷ് കൊടുത്ത് സർവീസ് ചെയ്യുക എന്നുള്ളതല്ല ശരിക്കും ഇങ്ങനെ PFA വരുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് പറ്റുണ്ടാവില്ല, പക്ഷെ അതിന് പറ്റുന്നതുമായിട്ടുള്ള അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് അവരെ പ്രൊവൈഡ് ചെയ്യും. പറഞ്ഞു വീട് പോയി, സർട്ടിഫിക്കറ്റ് പോയി, അപ്പൊ ഗവൺമെന്റ് അതോറിറ്റീസ് ഇവർക്ക് അത് ചെയ്തു കൊടുക്കാനായിട്ട് ഗവൺമെന്റിന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, അതുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ പല NGOs ഉണ്ടാവും, ചില ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്ന, അതുപോലെ ട്രസ്റ്റുകൾ ഉണ്ടാകും.
പിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള സോഷ്യൽ ഏജൻസീസ്, അതർ ഓർഗനൈസേഷൻ, ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ദിവസം നമ്മളിപ്പോ നമ്മുടെ വീടിനടുത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മള് ആ മരണ ദിവസം പോയി അതിനുശേഷം നമ്മൾ തിരിഞ്ഞു നോക്കി അതിരിക്കില്ലല്ലോ. പിന്നെയും നമ്മൾ ചിലപ്പോ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പോകും, പിറ്റേ ദിവസം പോവുമായിരിക്കും, പിന്നെ അവരുടെ എന്തെങ്കിലും ചടങ്ങുകൾക്ക് അങ്ങനെ പോവുമായിരിക്കും. അങ്ങനെ നമ്മളൊരു കണക്ഷൻ അവരുമായിട്ട് വെക്കും, അല്ലെ, ഫോളോ അപ്പ് ചെയ്യും. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. കൂടുതൽ നമ്മൾ അവരെ കേട്ടു, അവര് ഒരു സമാധാനമായിട്ടൊക്കെ ഇരിക്കും. അവർ ചിലപ്പോ നെക്സ്റ്റ് ഡേ നമ്മളെ പ്രതീക്ഷിക്കുമായിരിക്കും. നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞേ നോക്കുന്നില്ലെങ്കിൽ അവർ വീണ്ടും ബാക്ക് ടു ആ ഒരു പ്രശ്നത്തിലേക്ക് വീണ്ടും പോകും, അവർ വീണ്ടും ഡൗൺ ആവും. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. കൂടുതൽ അവര് ബുദ്ധിമുട്ടാകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യും. ഇങ്ങനെ ഒരു 7 തീംസ് ആണ് ശരിക്കും PFA വരുന്നത്. ഇത് ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ ഹീൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെ? ഈ ഫ്രണ്ട്സിനോട് ചിലപ്പോ എപ്പോഴൊന്നും കാണുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഫോണിൽ സംസാരിക്കും. ഒരു ദിവസം ഫോണിൽ സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നുന്നു എന്തോ ഒരു ശബ്ദത്തിൽ വ്യത്യാസം. നമ്മൾ ചോദിക്കില്ലേ, കാണുന്നില്ല, പക്ഷെ ഫോണിൽ ആ ശബ്ദം കേട്ടപ്പോ തന്നെ നമുക്ക് എന്തോ ഒരു ഇത് ഫീൽ ചെയ്തു. നമ്മൾ ചോദിക്കും, എന്ത് പറ്റി, നിനക്ക് സുഖമില്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ടെൻഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾ ദിവസം വരുന്നു, ഓടി നമ്മുടെ അടുത്ത് വരും, സ്കൂളിലെ പല വിശേഷങ്ങളൊക്കെ പറയാനായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ എന്നും വരുന്നതിൽ നിന്നൊരു മാറ്റം, വളരെ ഗ്ലൂമി ആയിട്ടൊരു കുട്ടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോ ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ സമയം കൊടുത്ത് അവരെ, ആ കുട്ടിയെ കേൾക്കുക എന്നുള്ളത്. മോൻ ഇപ്പോഴും അധികം സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലല്ല, ഇപ്പോഴൊക്കെയാണോ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത്. 9th ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നും വന്ന മിസ്സിന്റെ വിശേഷങ്ങൾ എന്നോട് പറയും. പിന്നെ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത വർഷം മിസ്സിന്റെ ക്ലാസ് ടീച്ചർ ആവണേന്നുള്ള പ്രാർത്ഥനയെ കുട്ടിക്കാരൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇന്ന് മിസ് ചിരിച്ചില്ല, ഭയങ്കര വിഷമിച്ചാന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു ടീച്ചർ ചിരിക്കാതിരുന്നത് കുട്ടിയെ അത്രയും ബാധിച്ചു. ഇന്ന് മിസ് ചിരിച്ചില്ലേ. അതാണ്. അപ്പൊ നമ്മൾ പോകുന്നത് വീട്ടിൽ 2 or 3 കുട്ടികളായിരിക്കാം. നമ്മളൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ 20 or 30 കുട്ടികളായിരിക്കും. കുറച്ചുകൂടെ വലിയ സ്കൂളാണെങ്കിൽ നിങ്ങൾ പല പല സെഷൻസിലേക്ക് ആയിരിക്കും പോകുന്നത് അവിടെ. അപ്പൊ ഒരു ദിവസം നിങ്ങൾ കാണുന്നത് 50 or 60 കുട്ടികളെ നിങ്ങൾ ഒരു ദിവസം കാണുന്നുണ്ടാവും, അല്ലേ? അവരുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോ നമ്മൾക്ക് ആ ഒരു ഡിവൈൻ കഴിവാണ് ഇത്രയും കുട്ടികളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. സാധാരണ ഒരു ക്ലാസ് റൂം, ഒരു സ്കൂളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 30 കുട്ടികളും 40 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലുണ്ടാവും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഡിവിഷനിൽ 50 കുട്ടികളായിരുന്നു ക്ലാസ്. ഒരു 40-50 അല്ലെങ്കിൽ പോട്ടെ, 1 മണിക്കൂറാണ് ഒരു പീരീഡ് എങ്കിൽ പോലും 60 മിനിറ്റ്. ഈ 60 മിനിറ്റ് കൊണ്ട് 50 കുട്ടികളെ, അല്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ഇത്രയും കുട്ടികൾ, 50 മിനിറ്റ് കൊണ്ട് ഇത്രയും കുട്ടികളെ ഒരു ടീച്ചർക്ക് എങ്ങനെ ഒന്ന് നോക്കി കണ്ടുപോകാനായിട്ട് പറ്റും? അതാണ് നമ്മുടെ നാട്ടിലെ ടീച്ചർ സ്റ്റുഡന്റ് പ്രൊപ്പോർഷൻ. അത് ശരിയല്ല, അത് ആദ്യം ശരിയാണ്. ഞങ്ങൾ പണ്ട് എക്സാം ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോൾ പൊളിറ്റിക്കലില് ക്ലാസ് റൂമിൽ 60-65 പിള്ളേരുണ്ടാവും. എക്സാം ഡ്യൂട്ടിക്ക് പക്ഷെ 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നായിരുന്നു കണക്ക്. എക്സാം ആണല്ലോ, സീരിയസ് ആയിട്ട് നോക്കണം, കുട്ടികൾ മാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പൊ 21 ആയാൽ അവിടെ 2 ടീച്ചർ വരും. അങ്ങനെയായിരുന്നു എക്സാം ഡ്യൂട്ടി. പക്ഷെ അത്രയും ഒരു കരുതല് ക്ലാസ് റൂമിലില്ല. 65 കുട്ടികളൊക്കെ ആയിരുന്നു അന്നൊരു ക്ലാസ്സിലുണ്ടായിരുന്നു. നോക്കൂ, നമ്മൾ ഈ 65 കുട്ടികളെ നമ്മളൊന്ന് മനസ്സിലാക്കി വരാനായിട്ട് എത്ര സമയം, അത്രയും റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലുണ്ട്, അല്ലേ? ഈവൻ ഇപ്പൊ നമ്മൾക്ക് ഇവിടെ 33 പേര്, എന്നെയും കൂടെ കൂട്ടിയിട്ട് 33 പേരുണ്ട്. നമ്മൾ പ്രൊഫൈലിന് ആ പേരും നിങ്ങളുടെ ഫോട്ടോയൊക്കെ ഞാൻ കാണുന്നുള്ളൂ. ബട്ട് ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ അസ്, അല്ലേ? നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആവുകയാണ്. ഓരോരോ സെഷൻ കഴിയുമ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് കൂടി വരിക. അപ്പൊ നേരിട്ട് കാണുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു മേ ബി നിങ്ങളൊരു കുറച്ച് ഒരു 6-7 മാസം കഴിയുമ്പോൾ പ്രാക്ടിക്കൽ സെഷന് കുറച്ച് പേര് നേരിട്ട് വരുമായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അറിയണോ അടുക്കും. വിശേഷങ്ങൾ നിങ്ങൾ വരാത്തവരോട് പറയുമ്പോൾ അവരും വന്ന പോലത്തെ ഫീൽ ഔട്ട് കിട്ടും. പിന്നെ കോൺവെക്കേഷൻ, സർട്ടിഫിക്കറ്റ് സെറമണി ആയി. സോ അപ്പോഴും നമ്മൾ വീണ്ടും കാണുമ്പോൾ, അപ്പൊ കാണാതെ നമ്മൾ കാണുന്നതിന്റെ ആ ഒരു മധുരമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, അല്ലെ? കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്
നമ്മൾക്ക് ഇതിന്റെ പരിമിതികൾ അറിയാവുന്നത് കൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് ടീച്ചർ അവരോട് സംസാരിക്കണം, ടീച്ചർ അവരോട് ചിരിക്കണം, ടീച്ചർ അവരോട് വിശേഷങ്ങൾ ചോദിക്കണം, ടീച്ചർ അവർക്ക് വേണ്ടി പാട്ട് പാടി കൊടുക്കണം, ടീച്ചർ അവർക്ക് വേണ്ടി ഡാൻസ് ചെയ്ത് കാണിക്കണം, കഥ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുറെ ആവശ്യങ്ങളായിരിക്കും അവർക്ക്. നമുക്ക് ആ നീഡ്സ് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല അല്ലെ. അതെല്ലാം നമ്മൾ ഈ ഒരു സൈക്കോളജിക്കലി ആണ് ശരിക്കും നമ്മുടെ ഓരോ മൂവ്മെന്റും വരുന്നത്. ജീവനുള്ള അതല്ലേ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന മാം. ഇറ്റ്സ് പോസിബിൾ, പ്ലീസ് ഷെയർ യുവർ നമ്പർ. ഷുവർ. നമ്പർ നിങ്ങൾക്ക് അറിയില്ല, തന്നിട്ടില്ല. തന്നിട്ടുണ്ടായിരുന്നു മാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ അപ്പൊ നമ്മളുടെ റോൾ ഡ്യൂട്ടി എത്രത്തോളം വലുതാണ് അത് മനസ്സുകൊണ്ട് ചെയ്യുകയും വേണം. നമ്മൾ ചിലപ്പോ യാന്ത്രികമായി പോകാം പല സമയത്തും, അങ്ങനെയല്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ടീച്ചേഴ്സിനെ. അവർ ഭയങ്കര, എന്റെ ഫ്രണ്ട് പറയായിരുന്നു ബാംഗ്ലൂരിലെ വളരെ ഫേമസ് ആയ ഒരു കോളേജിലാണ് ആള് വർക്ക് ചെയ്യുന്നത്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ അത്രയും കോഴ്സസ് ഉണ്ട്, വലിയൊരു കോളേജാണ്. അപ്പൊ അവിടെ ഈ കുട്ടി കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിലാട്ടോ. ഇങ്ങനെ പറയാം 30ഓളം ടീച്ചേഴ്സ് ഉണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. 30 ടീച്ചേഴ്സിനും ക്യാബിനുണ്ട്. പറയാ ആ 30 ടീച്ചർമാരിൽ ഞങ്ങൾ 5 ടീച്ചർമാരുടെ ക്യാബിനിൽ എപ്പോഴും ക്രൗഡാണ് കുട്ടികളുടെ, സ്റ്റുഡൻസിന്റെ. ഇത് പറഞ്ഞാൽ അവര് പലരും ഹോസ്റ്റലിൽ ഇരിക്കുന്ന കുട്ടികളായിരിക്കും. ചിലര് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് കെനിയൻസ് ഒക്കെ അവിടെ പഠിക്കുന്നത്, പുറത്തുനിന്നുള്ള കുട്ടികൾ ഉണ്ടാകും. എല്ലാ ഇന്ത്യയുടെ പല സ്റ്റേറ്റിലെ കുട്ടികളൊക്കെ ഉണ്ട്. 30 ടീച്ചർമാരിൽ 5 ടീച്ചർമാരുടെ ക്യാബിനിലെ കുട്ടികളുടെ ക്രൗഡാണ്. എന്തുകൊണ്ടാണ്? ആ കുട്ടികളെ കേൾക്കാൻ ആ 5 ടീച്ചർമാര് തയ്യാറാണ്. ഇമോഷണലി വല്ലാതെ കണക്റ്റഡ് ആണ്. ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാം ജസ്റ്റ് വരുന്നു, പഠിപ്പിക്കുന്നു, സാലറി വാങ്ങുന്നു. ബാക്കി ടീച്ചർമാര് ഇവരോട് പറയും, നിങ്ങൾ അനുഭവിച്ചു, എന്തിനാ നമ്മൾക്ക് പറഞ്ഞ പണി ചെയ്തപ്പോ പിള്ളേരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോണേന്ന് അവർ ചോദിക്കും. പക്ഷെ ഇവര് സാറ്റിസ്ഫൈഡ് ആ ഈ 5 പേര്. ഭയങ്കര സന്തോഷമാണ്. കോളേജിലേക്ക് വരാൻ സന്തോഷം, തിരിച്ചു വൈകിട്ട് പോകുമ്പോ സന്തോഷം. അങ്ങനെ ഈ കുട്ടി എന്നോട് പറയാണ് അതിന്റെ വാട്സപ്പില് ഐ ലവ് യു അമ്മ അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ മെസ്സേജ് ഉണ്ടെന്ന്. എന്റെ മൊബൈൽ കാണാതെ പോയി, എന്നെ കാണാതെ പോയി കഴിഞ്ഞാൽ എന്റെ മൊബൈലിൽ ഡേറ്റ പോലീസുകാരെടുത്തു കഴിഞ്ഞാൽ പോലീസ് വിചാരിക്കും എനിക്ക് കുറെ പേരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. കാരണം അത്രയും സ്നേഹത്തോടെയുള്ള മെസ്സേജുകളാണ് കുട്ടികളിൽ നിന്ന് വരുന്നത്. ഇപ്പൊ ഈ കെനിയൻസ് എന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടെ കൾച്ചർ വേറെയാണല്ലോ. അവരിങ്ങനെ ഫുൾ ലവ് അയച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ലവ് പറന്നു പോയല്ലോ, അതുപോലെ എല്ലാ ദിവസവും ഫുൾ ലവ് ആണ് വാട്സാപ്പിൽ വരുന്നത്. അപ്പൊ അത് ഇങ്ങനെ പറയുകയാണ്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിനപ്പുറത്ത് പലതും. അതുകൊണ്ടാണ് ചില ടീച്ചർമാരൊക്കെ നമ്മുടെ ഇങ്ങനെ ഹൃദയത്തിൽ ഇരിക്കണേ അല്ലേ. നമ്മൾ പ്രെയർ ചെയ്യാൻ കണ്ണടയ്ക്കുമ്പോൾ പലപ്പോഴും ഇവരൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന രൂപം. അല്ലാതെ ദൈവങ്ങളുടെ രൂപം മാത്രം തെളിഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ കുറെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരായിരിക്കും. പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ അവർ വരുവാ നമ്മുടെ കൺമുന്നിലേക്ക്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ അത്രയും തീംസ് പറഞ്ഞു, 7 തീംസ് പറഞ്ഞു. തീംസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരിക്കലും പോയി അവരുടെ മുന്നിൽ കരഞ്ഞ് അവര് നമ്മളെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ടാണ് പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ നീഡ്സും കൺസേണും നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. സെക്കൻഡ് തീം, അതിൽ ഏറ്റവും ആവശ്യമുള്ളത് ആദ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തേർഡ് തീമായി നമ്മൾ പറഞ്ഞു ബേസിക് നീഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു മനുഷ്യന് വേണ്ടുന്ന ബേസിക് നീഡ്സ് നമുക്കറിയാം. വസ്ത്രം, ഭക്ഷണം, പിന്നെ താമസിക്കാനുള്ള സൗകര്യം, ഒരു നല്ലൊരു ഷെൽട്ടർ, പിന്നെ അവർക്ക് വേണ്ടുന്ന വിവരങ്ങൾ, ഇൻഫർമേഷൻസ് അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവരെ കേൾക്കുക വളരെ ഇമ്പോർട്ടന്റ്. അത് വെറുതെ കേട്ടാൽ പോരാ. ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പല പല ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, ഫാനിന്റെ ഒക്കെ. അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എന്നെ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഞാനത് ശ്രദ്ധിച്ച് കേൾക്കും. ഹൃദയം കൊണ്ട് കേൾക്കുക. നമ്മൾ സംസാരിക്കുന്നതും ഹൃദയം കൊണ്ട് തന്നെയായിരിക്കണം. കാര്യം നമ്മളുടെ വായിലൂടെ അങ്ങനെയാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത്. ചെവിയിലൂടെ ആയിരിക്കും കേൾക്കുന്നത്. പക്ഷെ അവിടെ ഹാർട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൃദയം കൊണ്ട് കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യണം. പക്ഷെ അവരെ പ്രഷറൈസ് ചെയ്യേണ്ടത്. ബട്ട് ഡോണ്ട് പ്രഷറൈസ് ദം.
പിന്നെ അവരെ കംഫർട്ട് ചെയ്യിക്കുക, അവരെ കാം ആയിട്ട് ഫീൽ ചെയ്യിക്കുക, അവരെ ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന സർവീസസ്, സോഷ്യൽ സപ്പോർട്ട്, ഓർഗനൈസേഷൻ, ട്രസ്റ്റുകൾ, ഗവൺമെന്റിന്റെ കുറെ സൗകര്യങ്ങൾ എല്ലാം അവർക്ക് അവൈലബിൾ ആണ്. അതുമായിട്ട് കണക്ട് ചെയ്യിക്കുക. നമുക്ക് അതിനെ കുറിച്ച് ശരിയായിട്ടും അറിയില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ അതിന്റെ കറക്റ്റ് ആളുകളെ കോണ്ടാക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം അവരെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഫോളോ അപ്പ് ചെയ്യുക. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. കൂടുതൽ അവരെ വിഷമിക്കുന്നതിൽ നിന്ന് നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് എയ്ഡും ഒരു ട്രീറ്റ്മെന്റ് അല്ലായിരുന്നു. ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് കൊടുത്തൊരു സപ്പോർട്ടായിരുന്നു അല്ലെ. ഒരു കൗൺസിലിംഗ് അല്ല. കൗൺസിലേഴ്സ് ഉണ്ട് അല്ലെ. ഇതുപോലൊരു കൗൺസിലിംഗ് അല്ല. കാരണം നമ്മളാരും പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ല. നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ പ്യൂരിഫൈഡ് ഹാർട്ട് മാത്രമേ കേൾക്കാനുള്ള മനസ്സ്. പിന്നെ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യരുത്. ലൈക്ക് റെക്കോർഡ് ചെയ്യുക, എഴുതി വെക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. അപ്പൊ അവർക്ക് നമ്മളൊരു ട്രസ്റ്റ് പോകും. പിന്നെ അവരെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റിന് അയക്കുക, ആ പരിപാടികളൊന്നും ചെയ്യരുത്. പിന്നെ ഇതൊരു പ്രൊഫഷണൽ ജോബ് അല്ല, നമ്മളിതൊരു സർവീസ് വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ജസ്റ്റ് ബ്രീഫിംഗ്. അതാണ്. ഇതൊരു പ്രൊഫഷണൽ ജോബ് അല്ല, ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന പരിപാടിയല്ല, കൗൺസിലിംഗ് അല്ല, ട്രീറ്റ്മെന്റ് അല്ല, ഡയഗ്നോസ് ചെയ്ത് ഇവരുടെ അസുഖം കണ്ടെത്തുന്ന പരിപാടികളോ അങ്ങനത്തെ ഒന്നുമല്ല. ഇനി നമുക്ക് പലപ്പോഴും ചില ആളുകൾക്ക് ലോങ് ടേം റിക്കവറി വേണ്ടി വരും. നമുക്കിപ്പോ ശരീരത്തിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് പെട്ടെന്ന് മാറും, ചില അസുഖങ്ങൾക്ക് ലോങ് ടേം റിക്കവറി വേണ്ടി വരും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അപ്പൊ അതുപോലെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായ ഒരാൾക്ക് ലോങ് ടേം റിക്കവറി എങ്ങനെ പ്രൊവൈഡ് ചെയ്യും, അതിന് ഹെൽപ്പ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് അവരെ സേഫ് കാം ആയിട്ട് ഫീൽ ചെയ്യുക, കണക്റ്റഡ് ടു അതേഴ്സ്. അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം, അതർ റിലേറ്റീവ്സ് ഉണ്ടാവാം, അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക. നമ്മുടെ റോൾ അവിടെ പകുതിയോളം കുറഞ്ഞു. കാരണം അവരുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. അവരെ സേഫ് കാമാണ്. ഓക്കെ. പിന്നെ പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ട്രോമ വന്നു, ഒരു സങ്കടം വന്നു, ഒരു വിഷമം വന്നു, ഒരു നഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ ആള് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ ഏബിൾ ആക്കുക. അവരുടെ പൊട്ടൻഷ്യൽ ഇത് പറ്റും ആ ഒരു രീതിയിൽ അവരെ ഏബിൾ ആക്കുക, ഹെൽപ്പ് ചെയ്യുക അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട്. ചിലപ്പോൾ അമ്മമാരുണ്ടാവും, കൊച്ചു കുട്ടികളുണ്ടാവും, കുട്ടികളെ നോക്കാൻ പറ്റാത്ത രീതിയിൽ അമ്മമാര് തകർന്നു പോയിട്ടുണ്ടാവും. അവരെ ഏബിൾ ആക്കുക എന്നുള്ളതാണ് ടു ഹെൽപ്പ് ദംസെൽസ്. പിന്നെ സപ്പോർട്ട്, അവർക്ക് കിട്ടാവുന്ന സപ്പോർട്ടിലേക്കൊക്കെ ആക്സസ് അവരെ കണക്ട് ചെയ്ത് കൊടുക്കും. അതാണ് ലോങ് ടേം റിക്കവറി ഉള്ളത്. ഞാൻ ഷെയർ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ഞാനിങ്ങനെ ഇത് ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു മാമിനെ പരിചയപ്പെട്ടു. അവിടെ തന്നെ വോളണ്ടിയർ ആയിട്ടുള്ളതാ. ആള് റിട്ടയർ ആയതാണ്, വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് റിട്ടയർ ആയത്. അപ്പൊ എന്നോട് പറഞ്ഞു, ജിഷ ഇങ്ങനെ എന്റെ വീട്ടിലൊരു കുട്ടിയുണ്ട്, ജിഷയ്ക്ക് ഒന്ന് വരാൻ പറ്റൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഞാൻ വരാലോ. വേറെ ഒന്നുമല്ല, കുട്ടിയുടെ ഹസ്ബൻഡ് പട്ടാളത്തിലായിരുന്നു. അപ്പൊ ലീവിന് വന്നു പോകാറായപ്പോഴേക്ക് കുട്ടി പ്രഗ്നന്റ് ആയി. പിന്നെ വർഷത്തിലൊരിക്കലോ മറ്റൊക്കെയല്ലേ ഇവർക്ക് വരാൻ പറ്റുള്ളൂ. അയാൾ ഹാപ്പി ആയിട്ട് പട്ടാളത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷെ അവിടെ വെച്ചുണ്ടായിരുന്ന ഒരു ഷെല്ലാക്രമണത്തിലെങ്ങാണ്ട് ഇയാൾ മരിച്ചു. ഈ കുട്ടി 9 months പ്രഗ്നന്റ് എന്തോ ആയിരിക്കും ആ സമയത്ത്. അപ്പോഴാണ് മരിക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ തന്നെ ആള് ഭയങ്കര ഷോക്കായി. പ്രസവിച്ചു, കുഞ്ഞുണ്ടായി. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ കുട്ടിയെ നോക്കേയില്ല, പാല് കൊടുക്കില്ല, കുട്ടിയുടെ കാര്യങ്ങളൊന്നും നോക്കില്ല. പെൺകുട്ടിയുടെ അമ്മ ആകെ വിഷമിക്കാൻ തുടങ്ങി. ഒരു വഴക്ക് പറയണമോ എന്നിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കും. അപ്പൊ ഞാൻ എന്നിട്ട് മാഡത്തിനോട്, മാം എത്രയും പെട്ടെന്ന് അതിന് ഇന്റർവെൻഷൻ വേണം, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്നോട് ഞാൻ പറയാം, ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വൈകിക്ക് എന്താ തോന്നുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ മാം എന്നോട് പറഞ്ഞു ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. ശരിയായ ഇന്റർവെൻഷൻ ആ കുട്ടിയിലേക്ക് എത്തിയില്ല. വീട്ടുകാർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു. ഹസ്ബൻഡ് മരിച്ച ദുഃഖം ആ കുട്ടിയെ മാനസികമായി തകർത്തു. ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. അതിന്റെ മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു. കുട്ടി സൂയിസൈഡ് ചെയ്തു. അതാണ് നമുക്ക് ആ ഒരു എവിടെയെങ്കിലും ഒരാൾക്ക് ഇത് ആവശ്യമാണെന്ന് നമുക്ക് ഫീൽ ചെയ്താൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്.
ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. വായിച്ചാൽ മനസ്സിലാകുന്ന ടോപ്പിക്സ് തന്നെയാണ്. അടുത്തത് നമ്മൾ എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സപ്പോർട്ട് വേണ്ടത്, പിന്നെ ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്, ഒരാൾക്ക് നമ്മൾ ഈ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, പിന്നെ ഇതിന്റെ കുറച്ച് ആക്ഷൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ഓർക്കുക, നമ്മൾ ഒരാളുടെ വിഷമം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഹീലിംഗ് ആവശ്യമാണ്. സെൽഫ് ഹീലിംഗും നമ്മൾ ആഗ്രഹിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. 11:45 ക്ലാസ്സിൽ കയറണം. പ്രാക്ടിക്കൽ സെഷൻ ആണ്, അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഓഫീസിൽ വന്നത്. നിങ്ങൾക്കും ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോഴെല്ലാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ 14 ബാച്ചൊക്കെ നടക്കുകയാണ്. നേരിട്ട് വന്നിട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. ma'am. Thank you, miss.